ഹലോ, നമസ്കാരം. എല്ലാവർക്കും സൈലന്റ് PSCയുടെ യൂട്യൂബ് കറണ്ട് അഫയർ സെക്ഷനിലോട്ട് സ്വാഗതം. നമുക്കിന്ന് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് LGS എക്സാമിന് PSC കറണ്ട് അഫയർ പാഠഭാഗത്ത് നിന്നും ചോദിച്ച ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് മെല്ലെ ജസ്റ്റ് അതുമായി റിലേറ്റ് ചെയ്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോക്കിയിട്ട് പോകാം. ഓക്കെ, ശരി, നമുക്ക് ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ എറിഞ്ഞ ദൂരം ചോദിച്ചിരിക്കുകയാണ് അല്ലേ. 2024 പാരീസ് ഒളിമ്പിക്സ് നമ്മൾ പഠിച്ചതാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 33ാമത് പാരീസ് ഒളിമ്പിക്സ് ആണ്. 33ാമത്തെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 6 മെഡലുകളാണ് ലഭിച്ചിരിക്കുന്നത്. 1 വെള്ളി, 5 വെങ്കല ഉൾപ്പെടെ 6 മെഡൽ. അതിൽ 1 വെള്ളി നേടിത്തന്ന ഒരു താരം കൂടിയാണ് നീരജ് ചോപ്ര എന്നറിയപ്പെടുന്ന വ്യക്തി അല്ലെ. നീരജ് ചോപ്ര, ഹരിയാന സ്വദേശിയായിട്ടുള്ള നീരജ് ചോപ്ര നമുക്ക് ജാവലിൻ ത്രോയിൽ എന്ത് നേടിത്തന്നടെ വെള്ളി നേടിത്തന്നു എന്നുള്ളതായിരുന്നു വലിയൊരു സത്യം. ആ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ എത്ര മീറ്റർ ദൂരം എറിഞ്ഞു എന്നുള്ളതായിരുന്നു PSCയുടെ ചോദ്യം അല്ലെ. 89.45 മീറ്റർ ആണോ, 87.58 ആണോ, 92.97 ആണോ, 85.95 മീറ്റർ എന്നതാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ മെഡൽ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തികളെയും കായിക ഇനത്തെയും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 19ാമത് പാരീസ് ഒളിമ്പിക്സ് ആണല്ലേ. അതോടൊപ്പം PSC ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ നേടി സ്വന്തമാക്കി അല്ലെ. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിൽ എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം എന്നായിരുന്നു ചോദ്യം. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതും കൂടിയാണ്. രണ്ടും ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. സോ ആ താരത്തെയും ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങളില് 2024 33ാമത് പാരീസ് ഒളിമ്പിക്സില് നമുക്ക് 1 വെള്ളി ലഭിച്ചു എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഒന്നുകൂടി നമ്മളിത് പഠിച്ചതാണ്, ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു പോകുന്നു. 1 വെള്ളി നമുക്ക് ലഭിച്ചു. നീരജ് ചോപ്ര ആയിരുന്നു, ജാവലിൻ ത്രോ താരമായിരുന്നു നീരജ് ചോപ്ര അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ ഇദ്ദേഹമായിരുന്നു നമുക്കൊരു സ്വർണം കൊണ്ടുവന്നു അല്ലെ. അത്ലറ്റിക്സ് വിഭാഗത്തിൽ സ്വർണം നേടി തന്നൊരു താരം കൂടിയായിരുന്നു നീരജ് ചോപ്ര. കഴിഞ്ഞ പ്രാവശ്യം സ്വർണമായിരുന്നു, ഈ പ്രാവശ്യം വെള്ളിയായിരുന്നു. മത്സര ഇനം ചോദിക്കുകയാണെങ്കിൽ ജാവലിൻ ത്രോ ആയിരുന്നു അല്ലെ. ജാവലിൻ ത്രോ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇദ്ദേഹം നമുക്ക് ജാവലിൻ ത്രോയിൽ സ്വർണ്ണമായിരുന്നു. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടി തന്ന ഒരു താരം കൂടിയായിരുന്നു നീരജ് ചോപ്ര. ഏഷ്യൻ ഗെയിംസ് പുരുഷ വിഭാഗം, ഏഷ്യൻ ഗെയിംസ് വനിതാ വിഭാഗത്തിൽ നമുക്കായിരുന്നു സ്വർണം കിട്ടിയത്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ വനിതാ വിഭാഗത്തിൽ അന്നൂർ റാണി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. അന്നൂർ റാണി ഇന്നല്ലെങ്കിൽ നാളെ PSC ചോദിക്കും. അന്നൂർ റാണിയുടെ കായിക ഇനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ജാവലിൻ ത്രോയാണ്. അന്നൂർ റാണി ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടിട്ട് പോകുന്നു കേട്ടോ. അന്നൂർ റാണി കായിക ഇനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അന്നൂർ റാണി കായിക ഇനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അന്നൂർ റാണിയുടെ കായിക ഇനം ജാവലിൻ ത്രോയാണ്. ഒന്ന് ഓർത്ത് വെച്ചുകൊടുക്കാം. ഓക്കെ, ഇനി എത്ര മീറ്റർ ദൂരം എറിഞ്ഞു എന്നുള്ളതാണ് അല്ലെ. 89.45 മീറ്റർ ആണ്. ഓപ്ഷൻ എയിൽ തന്നെയായിരുന്നു 89.45 മീറ്റർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എയിൽ PSC നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. 89.45 മീറ്റർ ദൂരമാണ് അല്ലെ. ഈ 89.45 മീറ്റർ പഠിക്കാൻ നമ്മളൊരു ചെറിയൊരു ട്രിക്ക്, കാര്യം എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് PSC ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലെ. ഇങ്ങനെയൊക്കെ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. 10 എന്ന് എഴുതുന്നു, ശേഷം ഒരു ഡോട്ട് ഇടുന്നു. ഇവിടെ നമ്മൾ 9, 8 എഴുതുന്നു, പിന്നെ 10ന്റെ പകുതിയായിട്ടുള്ള 5 എഴുതുന്നു, 4 എഴുതുന്നു. 89.45 മീറ്റർ ദൂരം എറിഞ്ഞാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം നമുക്ക് വെള്ളി മെഡൽ നേടിത്തന്നു ജാവലിൻ ത്രോയിൽ അല്ലെ. PSC സ്വർണം നേടിയ അർഷാദ് നദീമിനെ ചോദിക്കുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സ്വർണം നേടുന്നത് അർഷാദ് നദീമാണ്. പാകിസ്ഥാൻ സ്വദേശിയായിരിക്കുന്ന അർഷാദ് നദീമാണ് സ്വർണം നേടിയത്. ഇന്നല്ലെങ്കിൽ നാളെ എത്ര മീറ്റർ ദൂരം, കാര്യം റെക്കോർഡായിരുന്നു, വേൾഡ് റെക്കോർഡും കൂടിയായിരുന്നു. അർഷാദ് നദീം പറഞ്ഞത് വേൾഡ് റെക്കോർഡും കൂടിയായിരുന്നു അല്ലെ. 92.97 ആണ്. നമ്മളിൽ മിക്കവാറും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും 92.7 ബിഗ് എഫ് അല്ലെ. അതിന്റെ ഫ്രണ്ടിൽ ഒരു 9 ഇട്ടാ പോരെ. 92.7 ബിഗ് എഫിന്റെ ഫ്രണ്ടിൽ ഒരു 7ന്റെ ഫ്രണ്ടിൽ ഒരു 9 ഇട്ട് കഴിഞ്ഞാൽ പുള്ളി എറിഞ്ഞത് നമുക്ക് കിട്ടും 92.97. 1 വെള്ളി നമുക്ക് നീരജ് ചോപ്ര ബാക്കി 5 വെങ്കലമാണല്ലോ. 5 വെങ്കലം. ആ 5 വെങ്കലം ഒന്ന് നോക്കാം. വെള്ളി കഴിഞ്ഞെങ്കിൽ PSC നമ്മളോട് ഇനി ചോദിക്കാൻ പോകുന്നത് വെങ്കലത്തിന്റെ കണക്കായിരിക്കും.
നമ്മളെ സംബന്ധിച്ച് ഒരു കണക്കിന് നോക്കിയാൽ നമുക്ക് സ്വർണം കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് നഷ്ടമാണ്. ഓക്കെ, വലിയൊരു നഷ്ടമാണ്. 5 വെങ്കലം ഉൾപ്പെടെ നമ്മൾ 6 മെഡലിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളതായിരുന്നു അല്ലെ. സോ 5 വെങ്കലം, 1 മനു ഭാക്കർ അല്ലെ, ആദ്യ മെഡൽ ജേതാവും കൂടിയായിരുന്നു മനു ഭാക്കർ. നമ്മൾ പഠിച്ചതാണ് ആദ്യ മെഡൽ ജേതാവാണ്. 2024 നടന്ന 33ാമത് പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ നേടുന്ന ഇന്ത്യൻ താരം കൂടിയാണ് മനു ഭാക്കർ. ഷൂട്ടിംഗ് വിഭാഗത്തിലാണ് മനു ഭാക്കർ, വിഭാഗം ഷൂട്ടിംഗ് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവായിരുന്നു മനു ഭാക്കറിലൂടെയായിരുന്നു നമ്മൾ നേട്ടം. ഇനി ചോദിക്കും വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിലായിരുന്നു. വനിതകളുടെ 10 മീറ്റർ ഒരേ ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരവും ആദ്യ ഇന്ത്യൻ വനിതാ താരം ചോദിച്ചാലും അത് മനു ഭാക്കറാണ്. ഒരേ ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്നു മനു ഭാക്കർ. ഒപ്പം സരബ്ജ്യോതി സിംഗിനോടൊപ്പം മനു ഭാക്കർ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം വിഭാഗത്തിലും നേടുകയാണ്. മനു ഭാക്കറും സരബ്ജ്യോതി സിംഗും. മനു ഭാക്കർ ഇവിടെ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം വിഭാഗത്തിലും നേടി. അവിടെ 10 മീറ്റർ എയർ സിംഗിളിലും കിട്ടി. ഒരേ ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന ബഹുമതി ആർക്ക് ലഭിച്ചു? മനു ഭാക്കറിന് ലഭിച്ചിരിക്കുകയാണ്. പഠിച്ചു വെച്ചോളാം, മനു ഭാക്കറിനാണ്. ഓക്കെ, മൂന്നാമത്തെ ഒരു വ്യക്തി സ്വപ്നിൽ കുസാലയാണ്. വീണ്ടും ഷൂട്ടിങ്ങിനാണ് സ്വപ്നിൽ കുസാലെ. 50 മീറ്റർ റൈഫിൾ സ്വപ്നിൽ കുസാലെ. ഒളിമ്പിക്സിൽ മെഡൽ നേടുക എന്ന് പറയുന്നത് എല്ലാവരുടെയും മഹാസ്വപ്നമാണ്. ഇങ്ങനെ എഴുതാൻ കാരണം സ്വപ്നിൽ കുസാലെ ഏത് സ്റ്റേറ്റ് എന്ന് അറിഞ്ഞിരിക്കുക? മഹാരാഷ്ട്ര. സ്വപ്നിൽ കുസാലെ ഏത് സ്റ്റേറ്റ് എന്ന് അറിഞ്ഞിരിക്കുക? മഹാരാഷ്ട്ര. ബാക്കിയുള്ളവരെല്ലാം ഹരിയാന സ്വദേശികളാണ്. സ്വപ്നിൽ കുസാലയാണ് മഹാരാഷ്ട്ര. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചോളുക. 4ാമത് നമുക്ക് നോക്കാം അമൻ സെഹ്രാവത്. പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഗുസ്തിയിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം കൂടിയായിട്ട് ആര് മാറി? അമൻ സെഹ്രാവത് മാറി അല്ലേ. അമൻ സെഹ്രാവത് പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഗുസ്തിയിലാണ് അമൻ സെഹ്രാവത് വെങ്കലം നേടിത്തരുന്നു. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഇന്ത്യൻ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അമൻ സെഹ്രാവതാണ്. അതോടൊപ്പം ഗുസ്തിയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയും കൂടിയായിരുന്നു അല്ലെ, വിനേഷ് ഫോഗാട്ട് എന്ന് പറഞ്ഞൊരു വ്യക്തി. വിനേഷ് ഫോഗാട്ട് 50 കിലോഗ്രാം ഗുസ്തിയിൽ ഫൈനലിൽ പ്രവേശിച്ചെങ്കിലും ഭാരപരിശോധനയിൽ എന്ത് ചെയ്യണം? അവർ അയോഗ്യയാക്കപ്പെട്ടു അല്ലെ, പുറന്തള്ളിപ്പോയി. 100 ഗ്രാം എന്തോ കൂടിയത് കൊണ്ട് അയോഗ്യയായിപ്പോയി. അവരാരെ തോപ്പിച്ചു എന്ന് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. സെമി ഫൈനലിൽ അവരാരെ തോപ്പിച്ചു എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, നമ്മളത് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒന്ന് കമന്റ് ചെയ്തേക്കുക. ശേഷം അവർ ഈ ഗുസ്തിയിൽ നിന്നെല്ലാം വിരമിച്ചതിന് ശേഷം ഹരിയാനയിൽ പോയി മത്സരിക്കുകയാണ്. MLA ഇലക്ഷനിൽ മത്സരിക്കുകയാണ് അല്ലെ. ജുലാന മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണ്. ജുലാന മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇന്ന് മത്സരിച്ച് വിജയിക്കുകയാണ്. ഏകദേശം 6000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യോഗേഷ് കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ തോൽപ്പിച്ച് അവർ വിജയിക്കുകയാണ്. ഇവിടെ അമൻ സെഹ്രാവതിന് ശേഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കായികൻ എന്ന് പറഞ്ഞാൽ ടീം ഹോക്കിയിൽ നമ്മൾ വെങ്കലം നേടുകയാണ്. പുരുഷന്മാരുടെ ഫീൽഡ് ഹോക്കിയിൽ നമ്മൾ വെങ്കലം നേടുകയാണ്. തുടർച്ചയായി 52 വർഷങ്ങൾക്ക് ശേഷം 2 ഒളിമ്പിക്സിലും ഹോക്കിയിൽ മെഡൽ നേടി വരികയാണ് ഇന്ത്യ. നമുക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇതാ നിൽക്കുന്നു, മഞ്ഞ ടീഷർട്ട് ഇട്ടുകൊണ്ട്. PR ശ്രീജേഷ് ആണല്ലേ. PR ശ്രീജേഷ് ഹോക്കിയിൽ നമുക്ക് വെങ്കലം നേടിയത് കൊണ്ട് PSC കഴിഞ്ഞ ഒരു എക്സാമിന് PSC ചോദിച്ചില്ലേ നിലവിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ആര് എന്നുള്ളതാണ് അല്ലേ. PSC ചോദിച്ചായിരുന്നു നിലവിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ആര് എന്നുള്ളത് അല്ലേ. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നായിരുന്നു ചോദ്യം. PR ശ്രീജേഷ് ഓപ്ഷൻ എയിൽ തന്നു. നമ്മളെ സംബന്ധിച്ച് എക്സാം ഹാളിൽ ഇരിക്കുന്ന ഞാനൊന്ന് പറയണം, നമ്മൾ പകുതി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ബാക്കി ഓപ്ഷനിലോട്ട് പെട്ടെന്ന് നമ്മൾ പോകും അല്ലെ. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി വരെ നമ്മൾ കേൾക്കും. പിന്നെ നമ്മൾ PR ശ്രീജേഷിനെയും അടിക്കും. ഹർമൻപ്രീത് സിംഗ് ആണ് പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ. ഹർമൻപ്രീത് സിംഗ് ആണ്. നിലവിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ സലിമ ടെറ്റയാണ് കേട്ടോ. നിലവിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ സലിമ ടെറ്റയാണ് വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ. സലിമ ടെറ്റ.
അപ്പൊ പുരുഷ ഹോക്കിയിൽ നമുക്ക് എന്ത് നേടി? നമ്മൾ വെങ്കലം നേടി. ശേഷം ഇന്ത്യൻ ഹോക്കി ഒളിമ്പിക് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു, അല്ലെ, PR ശ്രീജേഷിന്റെ ജേഴ്സി നമ്പർ ഇനി ടീമിൽ ആർക്കും നൽകില്ല എന്ന് പറഞ്ഞു. ഇനി വരുന്ന ഒരു എക്സാമിന് PSC ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് PR ശ്രീജേഷിന്റെ ജേഴ്സി നമ്പർ. PR ശ്രീജേഷിന്റെ ജേഴ്സി നമ്പർ 16 പഠിച്ചു വെച്ചോളുക. 16 PR ശ്രീജേഷിന്റെ ജേഴ്സി നമ്പർ എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ 16 PR ശ്രീജേഷിന്റെ ജേഴ്സി നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാ നോക്കാം. 1ാം സ്ഥാനം, അല്ലെ, 1ാം സ്ഥാനം നേടിയിരിക്കുന്ന ടീം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അമേരിക്കയാണ് ഒളിമ്പിക്സിൽ, അല്ലെ. 126 മെഡലുകൾ ആര് നേടി? അമേരിക്ക നേടി എന്നുള്ളതാണ്. 126 മെഡലുകൾ അമേരിക്ക നേടി. അതിൽ 40 സ്വർണം, അല്ലെ, 44 വെള്ളി, 42 വെങ്കലം ഉൾപ്പെടെ 126 മെഡലുകൾ ആര് നേടി? അമേരിക്ക നേടി, അല്ലെ. നമ്മളത് ഫാൻസി നമ്പർ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം. 40 എഴുതുന്നു, വീണ്ടും 44 എഴുതുന്നു, വീണ്ടും നമ്മൾ 42 എഴുതുന്നു. പഠിച്ചു പോകാം. 40, 44, 42 സ്വർണം, വെള്ളി, വെങ്കലം എന്നുള്ളത്, അല്ലെ, അങ്ങനെ നമുക്ക് കിട്ടും. 2ാം സ്ഥാനമുള്ള ചൈനയുടെ മെഡൽ നമുക്ക് കിട്ടണം. 2ാം സ്ഥാനമുള്ള ചൈനയുടെ മെഡൽ നമുക്ക് കിട്ടണം. ചൈനയ്ക്ക് എന്താ 40 സ്വർണമുണ്ട്, അല്ലേ. ചൈനയ്ക്ക് 40 സ്വർണം കയ്യിലുണ്ട്. ചൈനയ്ക്ക് 2ാം സ്ഥാനം. ചൈനയ്ക്ക് എത്ര സ്വർണം? 40 സ്വർണം. വെള്ളി, വെങ്കലം, അല്ലേ, വെള്ളി, വെങ്കലം. ഞാൻ ജസ്റ്റ് എഴുതാൻ പോവുകയാണ്. 27 വെള്ളി, 24 വെങ്കലം. അങ്ങനെ പഠിച്ചാലോ? ഒന്നുകൂടി എഴുതാം. 40 സ്വർണം കിട്ടിയല്ലോ. 27 വെള്ളി, 24 വെങ്കലം. ആ എഴുതുന്നതിൽ നമുക്ക് അങ്ങനെ പഠിച്ചു പോയാലോ? കിട്ടാൻ വേണ്ടിയിട്ടാണ്. മൊത്തം 91 മെഡല്, അല്ലെ. 3ാം സ്ഥാനം ജപ്പാനാണ്. ഓർഡർ അനുസരിച്ച് ചിലപ്പോൾ വേണമെങ്കിൽ എഴുതാൻ പറയും. അമേരിക്ക, ചൈന, ജപ്പാൻ. പഠിച്ചു വെച്ചോ. 20 സ്വർണം. ചൈനയുടെ പകുതി സ്വർണം ജപ്പാന്റെ കയ്യിലുണ്ട്. 20 സ്വർണം. 12 വെള്ളി, 13 വെങ്കലം, ഒപ്പം 45 മെഡലുകളാണ്, അല്ലെ. 40ന്റെ പകുതിയായി 20 സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ ജപ്പാന്റെ മെഡൽ പഠിക്കാൻ എളുപ്പമാണ്. 40ന്റെ പകുതിയായിട്ടുള്ള 20 സ്വർണം ജപ്പാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നോക്കൂ, 1, 2, 3, 4, 5 എഴുതിയാൽ കഴിഞ്ഞു. ഇവിടെ 40ന്റെ പകുതിയായിട്ടുള്ള 20 സ്വർണം നമുക്ക് കിട്ടണം. ബാക്കി ഞാൻ നോക്കിക്കോ, ദാ എഴുതി പോകുന്നു. 12 വെള്ളി, 13 വെങ്കലം എഴുതാൻ അവിടെ ഒന്നിട്ടോണം. 13 വെങ്കലം, 45 മെഡൽ എഴുതിക്കൂടെ? ഒന്നുകൂടി 20 സ്വർണം കിട്ടും. 40ന്റെ പകുതി. പിന്നെ ഉള്ളത് 1, 2, 3, 4, 5. 20 സ്വർണം കിട്ടണം. 12 വെള്ളി, 3ൽ 13 വെങ്കലം, 45 മെഡൽ. ഇതേ ഉള്ളൂ ജപ്പാൻ. ഒന്ന് ഓർത്ത് വെച്ചോ, ചോദിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇന്ത്യക്കാർ നമുക്ക് 117 ഇന്ത്യക്കാർ പങ്കെടുത്തു, അല്ലെ. ഇന്ത്യക്കാർ 117 ഇന്ത്യക്കാർ പങ്കെടുത്തു എന്നുള്ളതാണ്. 117 ഇന്ത്യക്കാർ പങ്കെടുത്തു എന്നുള്ളതാണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 71 അല്ലേടെ? എഴുതി നോക്കിയാൽ 71 ഇന്ത്യയുടെ സ്ഥാനം. 2024 നടന്ന 33ാമത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71 കിട്ടണം. 7 മലയാളികൾ പോയില്ലേ? മലയാളികൾ പോയി. 7 മലയാളികൾ പോയി. മൊത്തം നമുക്ക് 6 മെഡൽ കിട്ടിയില്ലേ? 6 മെഡൽ കിട്ടി. അതിൽ 5 വെങ്കലമല്ലേ? 5 വെങ്കലം, 1 വെള്ളി. ഒന്നുകൂടി എഴുതാം. അപ്പൊ ഒന്ന് ക്ലിക്ക് ആവും. നോക്കിക്കോ. 117 ഇന്ത്യക്കാർ മത്സരിച്ചു. പങ്കെടുത്ത ഇന്ത്യക്കാരുടെ എണ്ണം 117. ഇന്ത്യയുടെ സ്ഥാനം 71. പങ്കെടുത്ത മലയാളികൾ 7. നമുക്ക് മൊത്തം എത്ര മെഡൽ കിട്ടിയടാ? 6. അതിലെത്ര വെങ്കലം? 5. എത്ര വെള്ളി? 1 വെള്ളി. സിമ്പിളായിട്ട് കിട്ടിയില്ലേ?
117 ഇന്ത്യക്കാർ പങ്കെടുത്തു. ഇന്ത്യയുടെ സ്ഥാനം 71. 7 മലയാളികൾ, 6 മെഡലുകൾ, 5 വെങ്കലം, 1 വെള്ളി. ക്ലിയർ, ഒന്ന് ഓർത്ത് വെച്ചോളുക. ഓക്കെ. അപ്പൊ 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ചതായിരുന്നു ഹർമൻപ്രീത് സിംഗ് ആണ്. വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ ആരാണ്? സലിമ ടെറ്റയാണ്. ഓക്കെ. 70ാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തൊടി എന്ന നീലപ്പൊന്മാന് നൽകിയ പേര് എന്തെന്നുള്ളതായിരുന്നു മറ്റൊരു ചോദ്യം അല്ലേ? അപ്പു, ചിന്നു, പൊന്നു, നീലു, നല്ല പേരുകളാണ്. നെഹ്റു ട്രോഫി വള്ളംകളി അല്ലേ? ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നും ജലത്തിലെ പൂരം എന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. സോറി, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നും ജലത്തിലെ മാമാങ്കം എന്ന് വിശേഷിപ്പിക്കുന്നത്. ജലത്തിലെ പൂരം ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയായിരുന്നു, നടന്നു അല്ലേ? ആരായിരുന്നു വിജയി എന്ന് ചോദിക്കുകയാണെങ്കിൽ കാരിച്ചാൽ ചുണ്ടനാണ് വിജയി. കാരിച്ചാൽ ചുണ്ടനാണ്. തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ആയിരുന്നു. തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ 5ാമത്തെ വിജയമാണ്. ഭാഗ്യചിഹ്നം ചോദിക്കുകയാണെങ്കിൽ കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലു എന്ന നീലപ്പൊന്മാനാണ്. കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലു എന്ന നീലപ്പൊന്മാനായിരുന്നു ഭാഗ്യചിഹ്നമായിട്ട് വന്നിരിക്കുന്നത്. കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലു എന്ന നീലപ്പൊന്മാനാണ് അല്ലേ? കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലു എന്ന നീലപ്പൊന്മാനായിരുന്നു ഭാഗ്യശ്രീ. ഇനി നമ്മളോട് ചോദിക്കുക വിജയി ആരെന്നായിരിക്കും? നമുക്കറിയാം നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിലാണ് നടക്കുന്നു. PS ചോദിക്കുന്നതാണ് കായൽ, പുന്നമടക്കായൽ. 70ാമത് നെഹ്റു ട്രോഫിയാണ് കഴിഞ്ഞത്. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയി വീയപുരം ചുണ്ടനായിരുന്നു. അവിടുത്തെ ഭാഗ്യചിഹ്നം കേശു എന്ന ആനയായിരുന്നു. കേശു എന്ന ആന അല്ലേ? ഇവിടെ നീലു എന്ന നീലപ്പൊന്മാനാണ്. കളിവെള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാൻ. ക്ലിയർ. ഒരു ക്വസ്റ്റ്യൻ കൂടി മെല്ലെ നോക്കാം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരെന്നായിരുന്നു ചോദിച്ചത്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ഇത് നമ്മൾ ക്ലാസ്സിൽ പോയതാണ് അല്ലേ? ബ്രസീലാണോ, കാനഡയാണോ, കൊളംബിയയാണോ, അർജന്റീനയായിരുന്നു അല്ലേ? ബ്രസീൽ, കാനഡ, കൊളംബിയ, അർജന്റീന. കോപ്പ അമേരിക്ക 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ നടന്ന സ്ഥലം അമേരിക്കയിലായിരുന്നു അല്ലെ? വേദി അമേരിക്കയിലായിരുന്നു. വിജയി അർജന്റീനയായിരുന്നു അല്ലെ? കോപ്പ അമേരിക്ക എന്ന് പറയുന്നത് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് എന്നുള്ളതും നമുക്കറിയാം. കോപ്പ അമേരിക്ക അല്ലെ? 2024 കോപ്പ അമേരിക്ക വിജയി അർജന്റീനയാണ്. തുടർച്ചയായ 2ാം തവണയാണ് അർജന്റീന എന്ത് ചെയ്യുന്നത്? കിരീടം നേടുന്നത്. തുടർച്ചയായിട്ടുള്ള 2ാം തവണയാണ് അർജന്റീന കിരീടം നേടുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ ടീം അർജന്റീനയാണ്. 16ാം കിരീടമാണ് അർജന്റീനയുടെ 16ാമത്തെ കിരീടം. ഇന്ന് നമ്മൾ മറ്റൊരു 16 പഠിച്ചായിരുന്നു. PR സിജേഷിന്റെ ജേഴ്സി നമ്പർ 16 ആണ് അല്ലെ? PR സിജേഷിന്റെ ജേഴ്സി നമ്പർ 16 ആണ്. അർജന്റീനയുടെ 16ാമത്തെ കിരീടമാണിത്. ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ രാജ്യം അർജന്റീനയാണ്. റണ്ണറപ്പ് ആയിരിക്കുന്നത് കൊളംബിയയാണ്. കൊളംബിയയെ തോൽപ്പിച്ചുകൊണ്ടാണ് അർജന്റീന കിരീടം നേടി എന്നുള്ളതാണ്. കൊളംബിയയെ തോൽപ്പിച്ചുകൊണ്ടാണ് അർജന്റീന കിരീടം നേടി. കൊപ്പ അമേരിക്ക വിജയി അർജന്റീനയാണ്. യുവേഫ യൂറോ കപ്പ് കിട്ടിയിരിക്കുന്നത് സ്പെയിനാണ്. സ്പെയിനാണ് യുവേഫ യൂറോ കപ്പ്. സ്പെയിനാണ്. കോപ്പ അമേരിക്ക വിജയി അർജന്റീനയാണ്. മികച്ച താരം ഹാമിഷ് റോഡ്രിഗസ് ആണ്. കൊളംബിയയുടെ ഹാമിഷ് റോഡ്രിഗസ് ആണ് മികച്ച താരമായിട്ട് വന്നിരിക്കുന്നത്. ടോപ്പ് സ്കോറർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ലൗട്ടാറോ മാർട്ടിനസ് ആയിരുന്നു ടോപ്പ് സ്കോറർ. നമുക്കറിയാം അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു മികച്ച ഗോൾ കീപ്പർ. അർജന്റീന കൊളംബിയയെ തോൽപ്പിച്ചുകൊണ്ടാണ് എന്ത് നേടിയത്? കോപ്പ അമേരിക്ക നേടിയത്. PSCക്ക് ഇപ്പോൾ ഈ ലെവലിൽ ഒരു ചോദ്യം വരുന്നുണ്ട്. സെമി ഫൈനലിൽ പങ്കെടുത്ത രാജ്യങ്ങൾ അല്ലേ? സെമി ഫൈനലിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ്. കാരണം അർജന്റീന 1ാം സ്ഥാനം. അപ്പൊ അർജന്റീന ഉണ്ടായിരുന്നു. കൊളംബിയയെ തോൽപ്പിച്ചു. പിന്നെ ഉള്ളത് ഉറുഗ്വായ്, കാനഡ. 2 രാജ്യങ്ങള് ഉറുഗ്വായും കാനഡയുമാണ്. ഓർത്തു വെച്ചോളുക. അർജന്റീന, കൊളംബിയ, ഉറുഗ്വായ്, കാനഡ അല്ലെ? സെമി ഫൈനലിൽ 4 രാജ്യങ്ങൾ കളിക്കും. 2 രാജ്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടും.
ആ ഏറ്റുമുട്ട രാജ്യങ്ങൾ അതിൽ വിജയിക്കുന്നവർ പിന്നീട് എന്തിലോട്ട് പോകുന്നു? ഫൈനലിൽ പ്രവേശിക്കുന്നു. അപ്പൊ അർജന്റീനയും കൊളംബിയയും ഫൈനലിൽ വന്നു. കോപ്പ അമേരിക്ക വിജയി ആരെന്ന് ചോദിക്കണമെങ്കിൽ ആരായിരുന്നു? അർജന്റീനയാണ് വിജയി. ഓർത്ത് വെച്ചോളുക. കോപ്പ അമേരിക്ക വിജയി ചോദിക്കണമെങ്കിൽ ആരായിരുന്നു? അർജന്റീന. ഫൈനലിൽ ആരെ തോൽപ്പിച്ചു എന്നുള്ളതാണ്? കൊളംബിയയെ തോൽപ്പിച്ചു എന്നുള്ളതാണ് ക്ലിയർ. നമ്മൾ രണ്ട് ജസ്റ്റ് കാര്യങ്ങളാണ് ഒന്ന് ചർച്ച ചെയ്തത്. സോ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ തന്നായിരുന്നു. ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെ തോൽപ്പിച്ചാണ് വിനേഷ് ഫോഗാട്ട് ഫൈനലിൽ പ്രവേശിച്ചിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗാട്ട് ഗുസിൽ നിന്നും മാറേണ്ടി വന്നു. ആ തോൽപ്പിച്ച താരം, കാനഡ സ്വദേശിയായിരിക്കുന്ന ആ താരം ഫൈനലിൽ പ്രവേശിച്ചു. അമേരിക്കയുമായിട്ട് മത്സരിച്ചു. അമേരിക്കയാണ് ഗുസ്തിയിൽ അവിടെ വനിതയിൽ സ്വർണം നേടുന്നത്. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പൊ ഇന്നത്തേക്ക് ഞാൻ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.